കൊല്ലം പെരിനാട് ഗ്രാമപഞ്ചായത്തിനും വില്ലേജ് ഓഫീസിനും സമീപത്തായി വില്ലേജ് ജംഗ്ഷനിൽ സ്ഥാപിച്ചിരിക്കുന്ന ഹൈമാസ്റ്റ് ലൈറ്റ് പ്രവർത്തനരഹിതമായിട്ട് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് പരാതി. പെരിനാട് പഞ്ചായത്തിന്റെ ചുമതലയിലാണ് ഹൈമാസ്റ്റ് ലൈറ്റ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കുണ്ടറ MLA ആയിരുന്ന MA ബേബി MLA ഫണ്ടിൽ നിന്നും ലക്ഷങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ച ലൈറ്റാണിത്. എന്നാൽ മാസങ്ങളായി ഇത് തെളിയുന്നില്ല. രാത്രിയായി കഴിഞ്ഞാൽ ഇവിടെ കൂരിരുട്ടാണ്. സമീപ പ്രദേശങ്ങളിലെ പള്ളികളിലെ പെരുന്നാളും ക്ഷേത്രങ്ങളിലെ ഉത്സവവും ഈ സമീപകാലത്താണ് നടന്നത്. ഈ സമയത്ത് പോലും ഇതൊന്ന് തെളിയിക്കുവാൻ വേണ്ട നടപടിയെടുക്കുവാൻ പഞ്ചായത്തോ പഞ്ചായത്ത് അംഗമോ ശ്രമിച്ചില്ല. സാമൂഹ്യ വിരുദ്ധരുടെ ശല്യവും മദ്യപാന്മാരുടെയും ഇഴയന്തുക്കളുടെയും ശല്യവും ഇവിടെ രൂക്ഷമാണ്. പഞ്ചായത്തിന്റെ കൺമുന്നിൽ കാണുന്ന ഈ ലൈറ്റ് പ്രകാശിപ്പിക്കാത്തതിൽ വലിയ അമർഷത്തിലാണ് ഇവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികളും പ്രദേശവാസികളും. പെരിനാട് പഞ്ചായത്തിലെ ഈ വർഷത്തെ 2026-27 ബജറ്റ് ഇന്നലെ പെരിനാട് പഞ്ചായത്തിൽ അവതരിപ്പിച്ചു. മുൻവർഷങ്ങളിലെങ്ങും ഇല്ലാത്ത രീതിയിൽ ഇന്നലെ തന്നെ ബജറ്റ് അവതരിപ്പിക്കുകയും ഇന്നലെ തന്നെ ചർച്ചയ്ക്കെടുക്കുകയും ഇന്നലെ തന്നെ പാസ്സാക്കുകയും ചെയ്ത വിചിത്രമായൊരു നടപടിയാണ് പെരിനാട് പഞ്ചായത്തിൽ നടത്തിയിട്ടുള്ളത്. പെരിനാട് പഞ്ചായത്ത് മുൻകാലങ്ങളിലെല്ലാം തന്നെ ബജറ്റ് അവതരിപ്പിച്ചാൽ ആ ബജറ്റിനെ കുറിച്ച് പഠിക്കുവാനും ആ ബജറ്റിനെ കുറിച്ച് വിലയിരുത്തി ചർച്ച ചെയ്യുവാനും 1-2 ദിവസങ്ങൾക്ക് ശേഷം വെച്ചതിന് ശേഷം മാത്രമാണ് ബജറ്റ് പാസ്സാക്കാറുള്ളത്. ഇപ്പോൾ ഇവിടെ വ്യത്യസ്തമായ രീതിയിൽ രാവിലെ തന്നെ ബജറ്റ് അവതരണം നടന്നു. അതിൻ്റെ പിന്നീട് ചർച്ച നടക്കുകയോ അതെല്ലാം തന്നെ ഒറ്റ ദിവസം കൊണ്ട് പൂർത്തീകരിക്കുന്ന രീതിയിൽ വിചിത്രമായ നടപടിയാണ് ഇവിടുത്തെ ഭരണസമിതി ചെയ്തിട്ടുള്ളത്. ഇതിനെതിരെ കഴിഞ്ഞ ദിവസം തന്നെ ഒരു ദിവസം മുമ്പേ തന്നെ ഈ അജണ്ട വന്നപ്പോൾ തന്നെ BJP മെമ്പർമാർ ഓൺലൈനിലായി ഇതിനകത്ത് പരാതി സമർപ്പിച്ചിട്ടുള്ളതാണ്. ഇന്നലെ അവർ മാറ്റിവെക്കാമെന്ന് പറഞ്ഞെങ്കിലും ഇന്നലെ വീണ്ടും ചർച്ചയിലൂടെ ഇന്നലെ തന്നെ അംഗീകരിക്കുന്ന നടപടിക്കെതിരെ BJP മെമ്പർമാർ വിയോജനക്കുറിപ്പ് എഴുതി കൊടുത്ത് അതിൽ നിന്ന് കമ്മിറ്റിയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് ചെയ്തിട്ടുള്ളത്. പഴയ കോൺഗ്രസ് മെമ്പർമാരുടെ ഈ പിന്തുണയോടുകൂടി പിന്തുണയോടുകൂടി LDFിൻ്റെ ഈ ഭരണസമിതി കോൺഗ്രസ് മെമ്പർമാരുടെ പിന്തുണയോടുകൂടിയാണ് അവരുടെ പിന്തുണയോടുള്ള ഭൂരിപക്ഷത്തിലാണ് ഇന്നലെ ഈ ബജറ്റ് പാസ്സാക്കിയിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് തന്നെ ഇതിന് ഒരു ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്.